നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കംബാക്ക് ആയിരുന്നു കറുപ്പിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ 200 കോടിയും 300 കോടിയും കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ടാണ് കറുപ്പ് മാറിയത്. ആ ഒരു വൻ കംബാക്കിന് ശേഷം കറുപ്പിനേക്കാൾ അങ്ങേയറ്റം ഹൈപ്പ് ഇറങ്ങിയ സൂര്യയുടെ അടുത്ത സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഈ ഒരു സിനിമ സത്യം പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. എല്ലായിടത്തു നിന്നും സിനിമയ്ക്ക് അങ്ങേയറ്റം പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഫാമിലിയുടെ കൂടെ ഒന്നുമല്ല ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ എനിക്ക് ഈ സിനിമ നല്ല രീതിക്ക് വർക്കായി. നിങ്ങളൊരു പക്ഷേ ഒരു അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയാൽ ഈ സിനിമ നിങ്ങൾക്ക് ഒട്ടും വർക്കായില്ല. അതേസമയം ഒരു ഫാമിലി പടം കാണാൻ പോവാണെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമ ഉറപ്പായിട്ട് വർക്കാവും. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ അത് സൂര്യയുടെ അഭിനയം തന്നെയാണ്. സിനിമയിലെ ഏതൊരു സീൻ ആയിക്കോട്ടെ അതെല്ലാം വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമയിലെ ഒരു ഇമോഷണൽ സീനിൽ സൂര്യ വിങ്ങി പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട്. സത്യം പറയാലോ, ആ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് മാത്രമല്ല പലരുടെയും കണ്ണു നിറഞ്ഞിരുന്നു. അത്രയ്ക്ക് നമ്മളെ ഇമോഷണലി ഹുക്ക് ചെയ്തൊരു സിനിമയായിരുന്നു വിശ്വനാഥ് ആൻഡ് സൺസ്. പിന്നീട് എടുത്തു പറയേണ്ട പെർഫോമൻസ് മമിത ബൈജുവിന്റെ ആണ്. വളരെ ക്ലീൻ ആയിട്ടാണ് പുള്ളിക്കാരി കിട്ടിയ റോള് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു പക്ക ഫീൽ ഗുഡ് എന്റർടൈനർ ആയിരുന്നു വിശ്വനാഥ് ആൻഡ് സൺസ്. സോ സിനിമ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അതും നിങ്ങളൊരു ഫാമിലി ഓഡിയൻസിന്റെ കൂടെ മാത്രം ഈ സിനിമ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സിനിമ വർക്കാവും. സോ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക.